അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. 2009 ചെങ്ങന്നൂർ കാരണവർ വില്ലയിലെ ഭാസ്കര കാരണവരുടെ വധം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. അതേ കൊലക്കേസ് ഇന്നിപ്പോൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ആ കേസിലെ ഒന്നാം പ്രതി ഷെറിനെ ജീവപര്യന്തത്തിനാണ് വിധിച്ചിരുന്നത്. 14 വർഷം പൂർത്തിയാക്കിയ ഷെറിനെ ഇപ്പോൾ മോചിപ്പിക്കുവാൻ കേരള മന്ത്രിസഭ തീരുമാനമെടുത്തപ്പോഴാണ് വീണ്ടും ഷെറിനും കാരണവർ വധക്കേസും ചർച്ച ആകുന്നത്. ഇതിനിടയിൽ 444 ദിവസങ്ങൾ ഷെറിൻ പരോളിൽ പുറത്തിറങ്ങിയിരുന്നു. അക്കൂട്ടത്തിൽ അടിയന്തര പരോൾ വരെ ഉണ്ടായിരുന്നു എന്നും ആരോപണങ്ങളുണ്ട്. പരോളിൽ ഇറങ്ങുമ്പോഴെല്ലാം ഷെറിനെ ജയിലിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടുപോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു ഘടക കക്ഷി നേതാവിൻ്റെ വാഹനത്തിലായിരുന്നു എന്നൊക്കെയുമുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോഴാണ് സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം വരുന്നത്. കാലാവധി പൂർത്തിയാക്കിയ ഒട്ടേറെ വനിതാ തടവുകാർ ഇപ്പോഴും പല ജയിലിലായി കിടക്കുന്നുണ്ട് എന്ന സത്യം നമ്മുടെ സർക്കാരിന് അറിയാതെയൊന്നുമല്ല. എന്തായിരുന്നു കാരണവർ വധക്കേസ്? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 2009 നവംബർ 8 പുലർച്ചെയാണ് ചെങ്ങന്നൂർ ചെറിയനാട് വില്ലേജിലെ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ തൻ്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കാരണവരുടെ ഒരു അയൽക്കാരൻ അനിൽകുമാറാണ് വിവരം ചെങ്ങന്നൂർ പോലീസിൽ ആദ്യം അറിയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തുന്നു. അസ്വാഭാവിക മരണത്തിന് CRPC സെക്ഷൻ 174 അനുസരിച്ച് കേസെടുക്കുന്നു. പിന്നീട് പോലീസ് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ കാരണവരുടേത് ഒരു കൊലപാതകമാണ് എന്ന് തെളിയുന്നു. പ്രോസിക്യൂഷൻ കേസിൻ്റെ ഒരു രത്ന ചുരുക്കം അത് ഇങ്ങനെയായിരുന്നു. ഭാസ്കര കാരണവർ തൻ്റെ മകൻ്റെയും മരുമകളുടെയും കുഞ്ഞിൻ്റെയും പേരിൽ എഴുതി വച്ചിരുന്ന വിൽപ്പത്രം റദ്ദാക്കി എന്നറിഞ്ഞ ഭാസ്കര കാരണവരുടെ മരുമകളായ ഒന്നാം പ്രതി ഷെറിൻ കാരണവരെ കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ കൊല്ലപ്പെട്ട കാരണവരും ഷെറിനുമായുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. അതിനായി ഷെറിൻ രണ്ടാം പ്രതിയും കാമുകനുമായ ബാസിത്ത് അലിയുടെ സഹായം തേടുന്നു. ബാസിത്ത് അലിയുടെ സുഹൃത്തുക്കളായിരുന്നു 3ഉം 4ഉം പ്രതികളായ ഉണ്ണി എന്ന് വിളിക്കുന്ന നിതിനും ഷാനു റഷീദും. പ്രതികളെല്ലാം ചേർന്ന് കാരണവരെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തി. 2009 നവംബർ 7 രാത്രി വൈകി 2ഉം 3ഉം 4ഉം പ്രതികൾ കാരണവരുടെ വീട്ടിലെത്തുകയും ഒന്നാം പ്രതി ഷെറിൻ അവർക്ക് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രതികൾ ഉറങ്ങിക്കിടന്ന കാരണവരെ കൊലപ്പെടുത്തുകയും കാരണവരുടെ ചില വിലയേറിയ വസ്തുവകകൾ 2ഉം 3ഉം 4ഉം പ്രതികൾ ചേർന്ന് എടുത്തുകൊണ്ടു പോകുകയും ചെയ്തു. മോഷണത്തെ തുടർന്നുണ്ടായ കൊലപാതകമെന്ന് ആദ്യം കരുതിയ കേസിലാണ് മരുമകളായ ഷെറിൻ പിടിയിലായത്. കാമുകൻ ബാസിത്ത് അലി കേസിലെ രണ്ടാം പ്രതിയാണ്. തൻ്റെ വഴിവിട്ട ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഭാസ്കര കാരണവരെ ഷെറിൻ കൊലപ്പെടുത്തിയത്. മരിക്കുമ്പോൾ 66 വയസ്സായിരുന്നു കാരണവരുടെ പ്രായം. ഒന്നാം പ്രതി ഷെറിൻ്റെ ഭർത്താവും കാരണവരുടെ മകനുമായ ബിനു ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയായിരുന്നു. കാരണവരുടെ മറ്റു 2 മക്കൾ ബിജുവും ബെറ്റ്സിയും അവർ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരായിരുന്നു. കാരണവരുടെ ഭാര്യ ശാന്ത നേരത്തെ തന്നെ മരിച്ചുപോയിരുന്നു. തൻ്റെ മകൻ ബിനുവിനെ ഓർത്ത് കുറേയധികം ആശങ്കകൾ ഉണ്ടായിരുന്ന കാരണവർ തൻ്റെ സ്വത്തുക്കളിൽ കുറച്ച് സ്ഥാവര വസ്തുക്കൾ തൻ്റെ മകൻ ബിനുവിൻ്റെയും മരുമകൾ ഷെറിൻ്റെയും മൈനറായ കൊച്ചുമകളുടെയും പേർക്ക് എഴുതി ഒരു സെറ്റിൽമെൻറ്റ് ഡീഡ് ഉണ്ടാക്കി വയ്ക്കുന്നു. എന്നാൽ ഒന്നാം പ്രതി ഷെറിൻ്റെ ധൂർത്തും വഴിവിട്ടതുപോലുള്ള ജീവിതശൈലിയും കണ്ട കാരണവർ പിന്നീട് ആ കരണം റദ്ദാക്കുന്നു. ഒന്നാം പ്രതി ഷെറിൻ്റെ ചില അവിഹിത ബന്ധങ്ങളുടെയും ധൂർത്തിനെയും കാരണവർ ചോദ്യം ചെയ്തതും സെറ്റിൽമെൻറ്റ് ഡീഡ് റദ്ദാക്കിയതും ഷെറിനും കാരണവരുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. ഈ പറഞ്ഞ കാരണങ്ങളാൽ രണ്ടാം പ്രതിയുമായുള്ള തൻ്റെ അവിഹിത ബന്ധത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒന്നാം പ്രതി ഷെറിൻ കാരണവരെ കൊലപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. അതിനായി ഷെറിൻ രണ്ടാം പ്രതി ബാസിത്ത് അലിയുടെ സഹായം തേടുന്നു. ബാസിത്ത് അലിക്ക് ഷെറിനുമായി അവിഹിത ബന്ധം മാത്രമല്ല, ചില ബിസിനസ് ഇടപാടുകളും ഉണ്ടായിരുന്നു. എല്ലാ പ്രതികളും ചേർന്ന് കാരണവരെ വധിക്കുന്നതിനായി ഗൂഢാലോചന നടത്തുന്നു. ബാസിത്ത് അലി അയാളുടെ കൂട്ടുകാരായ 3ഉം 4ഉം പ്രതികളെയും കൂട്ടി വീടും പരിസരങ്ങളുമെല്ലാം മനസ്സിലാക്കി വയ്ക്കുന്നതിനായി നവംബർ 6 കാരണവേഴ്സ് വില്ലയിലെത്തി. ഒന്നാം പ്രതി ഷെറിൻ അടുക്കള വാതിൽ തുറന്നു കൊടുത്താണ് ബാസിത്ത് അലിയെ അകത്തു പ്രവേശിക്കുവാൻ സഹായിച്ചത്. രണ്ടാം പ്രതി ബാസിത്ത് അലി ഒന്നാം പ്രതി ഷെറിനുമായി അവരുടെ കിടപ്പുമുറിയിൽ വെച്ച് കിടക്ക പങ്കിടുകയും രണ്ടാം പ്രതി ഒന്നാം പ്രതി ഷെറിന് അയാളുടെ സ്നേഹത്തിൻ്റെ അടയാളമായി ഒരു വെള്ളി മോതിരം സമ്മാനിക്കുകയും ചെയ്തിട്ടാണ് ആ രാത്രിയിൽ അവിടെ നിന്ന് പോയത്. പിറ്റേന്ന് നവംബർ 7
പ്രതികൾ അവരുടെ പൊതു ഉദ്ദേശ നിവൃത്തിക്കായി വീണ്ടും കാരണവരുടെ വീട്ടിലെത്തി. മുൻവശത്തെ വാതിലും അടുക്കള വാതിലും തുറന്നുകൊടുത്ത് ഒന്നാം പ്രതിയാണ് അവരെ സുരക്ഷിതമായി വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. ഭാസ്കര കാരണവരുടെ വീട്ടിൽ 2 നായ്ക്കളുണ്ടായിരുന്നു. എന്നാൽ സംഭവം നടന്ന അന്ന് രാത്രിയിൽ ഈ നായ്ക്കൾ കുരച്ചതേയില്ല എന്ന് പോലീസിന് മനസ്സിലായി. ഒന്നാം പ്രതി ഷെറിൻ ഡ്രൈവറുടെ സഹായത്തോടെ ഒരു മരുന്ന് കടയിൽ നിന്നും സ്ലീപ്പിംഗ് പിൽസ് വാങ്ങി. ആ സ്ലീപ്പിംഗ് പിൽസിൻ്റെ ബില്ലാണെങ്കിൽ കാരണവരുടെ പേരിലാണ് വാങ്ങിച്ചത്. ഷെറിൻ എങ്ങനെയോ ഈ ഉറക്ക ഗുളികകൾ നായ്ക്കൾക്ക് കൊടുക്കുകയും അവയെ ഉറക്കിക്കിടത്തുകയും ചെയ്തു. അങ്ങനെ 2 മുതൽ 4 പ്രതികളും ഒന്നാം പ്രതിയുടെ സഹായത്തോടെ കാരണവരെ വധിക്കുവാൻ രാത്രി 12:30 ആ വീട്ടിനുള്ളിൽ കടന്നു കയറുന്നു. ഒന്നാം പ്രതി ഷെറിൻ 3-ാം പ്രതിയെയും 4-ാം പ്രതിയെയും 1-ാം നിലയിലുള്ള ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. 2-ാം പ്രതിയും 1-ാം പ്രതിയും ഷെറിൻ്റെ ബെഡ്റൂമിൽ കിടക്ക പങ്കിടുന്നു. പിന്നീട് 3-ഉം 4-ഉം പ്രതികളെ താഴത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നു. 1-ാം പ്രതി 2-ഉം 3-ഉം 4-ഉം പ്രതികളെ കാരണവരുടെ ബെഡ്റൂം കാണിച്ചു കൊടുത്ത് കൊലപാതകം നടത്തുവാൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു. 2-ഉം 3-ഉം 4-ഉം പ്രതികൾ കാരണവരുടെ ബെഡ്റൂമിൽ പ്രവേശിക്കുന്നു. 3-ാം പ്രതി കാരണവരുടെ മൂക്കിൽ ക്ലോറോഫോം മുക്കിയ പഞ്ഞി മണപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കാരണവർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പാടുപെടുമ്പോൾ 3-ാം പ്രതി ഒരു തലയിണ കൊണ്ട് കാരണവരുടെ മുഖം ചേർത്ത് പൊത്തുന്നു. 2-ാം പ്രതി കാരണവരെ പിടിച്ച് കഴുത്തിൽ ഞെക്കിപ്പിടിക്കുകയും ഒരു തോർത്തുകൊണ്ട് കഴുത്തിന് ചുറ്റി ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. 4-ാം പ്രതി തൻ്റെ ഒരു കാൽമുട്ടുകൊണ്ട് കാരണവരുടെ അടിവയറ്റിൽ ചവിട്ടി കുത്തി നിൽക്കുകയും 2 കാലുകളും കൂട്ടിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ 2 മുതൽ 4 വരെയുള്ള പ്രതികൾ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തുന്നു. ശേഷം അവർ കാരണവരുടെ ലാപ്ടോപ്പ്, 2 മൊബൈൽ ഫോൺ, ഒരു ക്യാമറ, ഒരു റാഡോ വാച്ച്, ഒരു സെൻറ്റിനോ വാച്ച്, 8000 രൂപ, 2 പവൻ സ്വർണം കൊണ്ട് കെട്ടിയ കാരണവരുടെ രുദ്രാക്ഷമാല ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഏകദേശം 1,11,000 രൂപയുടെ മുതലാണ് അവിടെ നിന്നും പ്രതികൾ മോഷ്ടിച്ചു മാറ്റിയത്. പിന്നീടവർ കാരണവരുടെ ദേഹത്തും മുറിയിലും വീട്ടിൽ പല ഇടങ്ങളിലുമായി തെളിവുകൾ നശിപ്പിക്കുന്നതിനായി മുളകുപൊടി വിതറുകയും ചെയ്തു. സംഭവം നടന്ന അന്ന് ആ വീട്ടിൽ കാരണവരെ കൂടാതെ ഷെറിനും ഷെറിൻ്റെ ഭർത്താവും അവരുടെ ഒരു മെയ്ഡ് സെർവൻറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭാസ്കര കാരണവരുടെ ഡ്രൈവർ അയാൾ ഔട്ട് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. നവംബർ 12-ാം തീയതിയാണ് 1-ാം പ്രതി ഷെറിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2-ഉം 3-ഉം 4-ഉം പ്രതികളെ ഡിസംബർ 11-ാം തീയതിയും അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി ഷെറിൻ നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് കൊല്ലക്കടവിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും സ്ട്രെസ്നിൽ എന്നു പേരായ 20 ഉറക്ക ഗുളികകൾ ഡ്രൈവർ വാങ്ങിച്ചത് എന്ന് മൊഴി കൊടുത്തു. നവംബർ 6-ാം തീയതി 1-ാം പ്രതി ഷെറിൻ ആവശ്യപ്പെട്ടത് അനുസരിച്ച് അയൽപക്കത്തുള്ള ഒരു പയ്യനെ കൊണ്ട് ഗ്രീൻ ലേബൽ വിസ്കി വാങ്ങിയിരുന്നു എന്നും ഡ്രൈവർ മൊഴി കൊടുത്തിരുന്നു. അതേപോലെ 7-ാം തീയതി രാവിലെ മുൻവശത്തെ വാതിലും അടുക്കള വാതിലും തുറന്നാണ് കിടന്നിരുന്നത് എന്ന് മെയ്ഡ് സെർവൻറ്റ് ഡ്രൈവറോട് പറഞ്ഞു. അതിന് 1-ാം പ്രതി പറഞ്ഞ മറുപടി താനും വേലക്കാരിയും ചേർന്ന് രാത്രിയിൽ മദ്യപിച്ചതുകൊണ്ട് വാതിലുകൾ അടയ്ക്കുവാൻ മറന്നുപോയതായിരിക്കും എന്നായിരുന്നു. 8-ാം തീയതി 6:30 അയാൾ ഡ്രൈവർ എഴുന്നേറ്റപ്പോൾ വീടിനുള്ളിൽ മുളകുപൊടി വിതറി ഇട്ടിരിക്കുന്നതായും അന്നും മുൻവശത്തെയും അടുക്കള വശത്തെയും വാതിലുകൾ തുറന്ന് കിടക്കുകയായിരുന്നു എന്നും വേലക്കാരി വന്ന് അയാളോട് പറഞ്ഞിരുന്നു. ഷെറിനോട് അത് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. കാരണവരുടെ മുറിക്ക് പുറത്തും കാരണവരുടെ മുറി തുറന്നപ്പോൾ ദേഹത്തും നിറയെ മുളകുപൊടി വിതറിയ അവസ്ഥയിൽ കാരണവർ മരിച്ചു കിടക്കുന്നതാണ് അവർ കണ്ടത്. പിന്നീട് ഡോക്ടറെ വീട്ടിലെത്തിച്ചാണ് കാരണവരുടെ മരണം സ്ഥിരീകരിച്ചത്. വീട്ടിലെ വേലക്കാരിയുടെ മൊഴിപ്രകാരം 7-ാം തീയതിയും 8-ാം തീയതിയും വീടിൻ്റെ മുൻവാതിലുകളും അടുക്കള വശത്തെ വാതിലുകളും തുറന്നാണ് കിടന്നിരുന്നത്. മാത്രമല്ല ആ വിവരം കാരണവരോട് പറയേണ്ട എന്നും പറഞ്ഞാൽ കാരണവർ വഴക്ക് പറയുമെന്നും ഷെറിൻ വേലക്കാരിയോട് പറഞ്ഞിരുന്നു. ഷെറിനും കാരണവരും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു എന്നും ഒരവസരത്തിൽ ഷെറിൻ കാരണവരെ തല്ലുകയും കാരണവരുടെ കണ്ണാടി പൊട്ടിപ്പോവുകയും കാരണവരുടെ മൂക്കിന് പരിക്ക് ഏൽക്കുകയും ചെയ്തിരുന്നു എന്നും വേലക്കാരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കൂടാതെ 2-ഉം 3-ഉം 4-ഉം പ്രതികളെ കാരണവരുടെ വീടിൻ്റെ പരിസരത്ത് വെച്ച് കണ്ടതായി അയൽപക്കക്കാരിലൊരാൾ മൊഴി കൊടുത്തു. സാഹചര്യ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ കോടതി ഷെറിൻ ധൂർത്തയായ ഒരു സ്ത്രീ ആയിരുന്നുവെന്നും അവർക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. മലയാളത്തിലെ ഒരു സീരിയൽ ആക്ടറുമായും ഷെറിന് ബന്ധമുണ്ടായിരുന്നതായി കോടതി കണ്ടെത്തിയിരുന്നു. സീരിയൽ നടന് ഷെറിൻ ഒരു ഐപാഡ് ജന്മദിന സമ്മാനമായി കൊടുത്തു എന്നും അതേപോലെ മൂന്നാറിലെ ഒരു ലൊക്കേഷനിൽ അയാളെ കാണാൻ ഷെറിൻ ചെന്നിരുന്നു എന്നും
അവിടെ വെച്ച് ഒരു ലാപ്ടോപ്പ് സമ്മാനമായി കൊടുത്തു എന്നും നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചും മദ്രാസിൽ വെച്ചും എല്ലാം അവർ തമ്മിൽ കണ്ടിരുന്നുവെന്നും നടൻ കോടതി മുൻപാകെ പറഞ്ഞിരുന്നു. രാത്രിയിൽ അടച്ചിരുന്ന മുൻവശത്തെയും അടുക്കള വശത്തെയും വാതിലുകൾ തുറന്നു കിടന്നതായുള്ള വേലക്കാരിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതായിരുന്നു ഡ്രൈവറുടെ മൊഴി. ഉപയോഗിക്കാത്ത 5 ഉറക്ക ഗുളികകൾ അത് ഷെറിൻ്റെ മുറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. സാഹചര്യ തെളിവുകളും ഷെറിൻ്റെ സ്വഭാവവുമെല്ലാം അവർക്കെതിരായി വന്നു. അവർക്ക് പണത്തിന് ഒട്ടേറെ ആവശ്യമുണ്ടായിരുന്നുവെന്നും ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും ഒരു കൊച്ചു പെൺകുട്ടിയുടെ അമ്മ ആയിരുന്നിട്ടും വീടിൻ്റെ വാതിലുകൾ ആരുമറിയാതെ തുറന്നിട്ട് കൊടുത്ത് അന്യപുരുഷനെ കിടപ്പറയിലേക്ക് 2 തവണ ക്ഷണിച്ച് കയറ്റിയിരുന്നു എന്നുമെല്ലാം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ കണ്ടെത്തി കോടതിക്ക് മുൻപിലെത്തിച്ച സാഹചര്യ തെളിവുകളും അനുബന്ധമായ മറ്റ് എല്ലാ തെളിവുകളും ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 4 പ്രതികൾ കുറ്റകൃത്യം ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു. പിന്നീട് പ്രതികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുകയായിരുന്നു. ഷെറിൻ അട്ടക്കുളങ്ങര ജയിലിൽ കിടന്നപ്പോഴും അവിടെ നിന്ന് മാറിയപ്പോഴും എല്ലായിടത്തും വലിയ തലവേദനയായിരുന്നു. ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ്റെ ശിക്ഷാ ഇളവിന് ശ്രമിക്കുന്ന ചില സമ്മർദ്ദ കേന്ദ്രങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജനം ടിവിയിലെ അനിൽ നമ്പ്യാർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ത്രീ വിഷയത്തിൽ അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടിവാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ഷെറിനെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആ മാന്യനെന്ന് പറയുന്നുണ്ട്. ആരാണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സ് മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? കാട്ടിൽ നിന്നും വരുന്ന ഹിംസ്ര മൃഗങ്ങൾ മനുഷ്യനെ പച്ചയ്ക്ക് പിടിച്ചു കൊല്ലുന്നു. നാട്ടിലോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ചെന്താമരയെ പോലെയുള്ള ഹിംസ്ര മൃഗങ്ങൾ നമ്മളെ വേട്ടയാടുന്നു. ഇവർ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കാട്ടിലെ മൃഗങ്ങളെ നമുക്കെപ്പോഴും തിരിച്ചറിയാം. നാട്ടിലെ മൃഗങ്ങളെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.